ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, അവരും ഇവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എൻ്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്റ്റഡി അബ്രോഡ്, അതായത് വിദേശ ഉപരിപഠനം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിനെ സമീപിക്കും. അവിടെയുള്ള കൗൺസിലേഴ്സ് അവർ സാലറിക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഓരോ അഡ്മിഷൻ അവർക്ക് ഇൻസെന്റീവ്സും ഉണ്ട്. അപ്പം അവർക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഫ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ അവർക്ക് അവരുടെ ലക്ഷ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ അനുഭവിക്കുന്ന നിങ്ങളാണ്. ചില കുട്ടികളൊക്കെ എന്നെ നേരിട്ട് വിളിക്കാറുണ്ട്. സംഭവം നമുക്ക് UK മിക്ക യൂണിവേഴ്സിറ്റികളിലും ആദ്യം ഒരു 2 വർഷം മുമ്പ് വരെ ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫീസ് ഇവിടുന്ന് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടച്ചിട്ട് ബാക്കി അവിടെ നിന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. മിക്ക യൂണിവേഴ്സിറ്റികളും നിങ്ങൾ എൻറോൾമെന്റിന്റെ സമയത്ത് ഒരു ഫീസ് ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് അടുത്ത ടൈം പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്ത കുറച്ച് യൂണിവേഴ്സിറ്റികളുണ്ട്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്തോ. ഇനി വേറൊരു കാര്യം, പൊതുവായിട്ട് ഞാൻ പറയാം, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട് പല കുട്ടികളും ഈ ഒരൊറ്റ കാരണത്താൽ. വിദേശ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ തയ്യാറെടുക്കുന്നതാണെങ്കിൽ ചോദിച്ച് പറക്കാം. യെസ്, ഈ വരുന്ന ജാനുവരി 31, അതായത് നാളെ നമ്മുടെ സ്റ്റഡി അബ്രോഡ് എക്സ്പോയിൽ കുറെ പിള്ളേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വന്ന് നേരിൽ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലോ. യെസ്, ഇറ്റ്സ് മീ ശരി വിത്ത് കെയറിംഗ്. ഐ ലവ് യു. ബൈ. രജിസ്റ്റർ ചെയ്ത കുട്ടികൾ മാത്രമില്ല കേട്ടോ.